ലൈഫിൽ ഒരിക്കലെങ്കിലും ബ്രേക്കപ്പിലൂടെ കടന്നു പോകാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. കഴിഞ്ഞ ദിവസം OPയിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഫെയിലിയർ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ ആത്മഹത്യക്കുറിപ്പിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മരിക്കാനുള്ള കാരണം ബ്രേക്കപ്പ് ആണെന്ന്. ആളെ കണ്ട സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ഷീ ലോസ് ഹെർ സെൽഫ്. കാരണം കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഭയങ്കര ഷാബി അപ്പിയറൻസ് ആയിട്ടായിരുന്നു ആ കുട്ടി അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് തന്നെ ആ കുട്ടിയോട് സംസാരിച്ച സമയത്ത് ഈ കുട്ടി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലായി. പക്ഷേ അതൊരിക്കലും ആ കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാനോ മൂവ് ചെയ്യാനോ പറ്റിയിരുന്നില്ല. പിന്നീട് ഓരോ ആഴ്ചകളിലും സെഷൻസ് നടന്നു. ഒരു 2 മാസത്തിന് ശേഷം ആളെന്നെ കാണാൻ വന്ന സമയത്ത് അവളെ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് അവളെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അതുവരെ ഞാൻ കണ്ടൊരു വ്യക്തി അല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള, ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയെ ഞാൻ അന്ന് അവിടെ കണ്ടു. പലപ്പോഴും നമ്മളും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും നമ്മളൊന്ന് സ്ട്രോങ് ആവാറുള്ളത്. ആ സമയത്തായിരിക്കും നമുക്ക് ലൈഫിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതും, ഇമോഷണലി മെച്യൂർഡ് ആവുന്നതും, അതുപോലെ തന്നെ സെൽഫ് ഡിസ്കവറി ഉണ്ടാവുന്നതും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലൈഫിൽ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ജീവിതത്തിൻ്റെ അവസാനമായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു സ്റ്റാർട്ടിങ് പോയിന്റായിട്ട് കാണാം, അത്രമാത്രം മതി.